പ്രതികളെ തേടി പോലീസ് പോകേണ്ട വഴി തെളിഞ്ഞോ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടോമിൻ തച്ചങ്കരി, മുഖം വ്യക്തമാണ്. ഇനി ഏത് രൂപത്തിൽ അന്വേഷണം പോകണം? ഈ നാട് കടന്നോ ഇവർ എന്നെങ്ങനെയാണ് അറിയാൻ കഴിയുക? ഇന്റർപോളിന്റെ സഹായം തേടുമെന്നൊക്കെ പറയുന്നു. അതിവേഗം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് സാർ? വേണു, എന്നോട് ഞാനൊരു പോലീസ് ഓഫീസറാണല്ലോ, ഞാൻ ഡെപ്യൂട്ടേഷനിൽ ട്രാൻസ്പോർട്ടിലാണ്. ഞങ്ങൾ വളരെ സരസമായ രീതിയിൽ പറയാറുണ്ട്, ഏതൊരു മോഷണം നടന്നാലും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നാലും 3 അവസരത്തിലാണ് പ്രതികളെ കിട്ടുന്നത്. 1 ഈ കള്ളൻ്റെ കഷ്ടകാലം, 2 ഈ കാശ് പോയവൻ്റെ നല്ല കാലം, 3 പോലീസിൻ്റെ നല്ല കാലം എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഒരു 100% ഇതിപ്പം ചില ചാനലുകൾ കാണിക്കുന്നുണ്ട് ഇയാളിപ്പം ബോംബെയിലുണ്ടെന്ന്. അപ്പം ഈ ഇന്ത്യയിലുണ്ടെങ്കിൽ തന്നെ ഈ എയർപോർട്ടുകളിൽ ഇത് ഇങ്ങനെയുള്ള ലുക്കൗട്ട് നോട്ടീസ് കൊടുത്താൽ തന്നെ രക്ഷപ്പെടാവുന്ന മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഈ വിഷ്വൽസ് വന്നതുകൊണ്ട് എനിക്കറിയത്തില്ല ഇത് നാഷണൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു അലേർട്ട് വഴി ഇപ്പോൾ ഈ ഹോട്ടലുകാരൻ കണ്ടുപിടിച്ച് പറഞ്ഞതുപോലെ ഉണ്ടായാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം ഈ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പ്രീ ഓക്യുപ്പൈഡായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇവരെ കണ്ടുപിടിക്കും. കാര്യം ഇത്രയധികം ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിഷ്വൽസ് കിട്ടിയിട്ടുള്ള കേസുകൾ ചുരുക്കമാണ്. വളരെ ഭാഗ്യം ഇത് പ്രതികൾക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും കേരളത്തിലുള്ളതിൽ വെച്ച് നല്ല ക്രീം ഉദ്യോഗസ്ഥരാണ്. അവർ സൈബർ ഡോമിൻ്റെ സഹായം എടുത്തിട്ടുണ്ട്, സീഡാക്കിൻ്റെ എടുത്തിട്ടുണ്ട്, അതുപോലെ സൈബർ പോലീസ് സ്റ്റേഷൻ, അതുപോലെ ഹൈടെക്, അതുപോലെ ഓരോ ക്രൈം സെല്ലുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പിടിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ വെള്ളപ്പുക പുറത്തു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ഉണ്ണിപ്പിള്ള, ഇവിടെ ശ്രീ തച്ചങ്കരിനെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട്. ഹോട്ടൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൂടി നിങ്ങൾ നടത്തുന്ന ചില സുരക്ഷാ വീഴ്ചകൾ, അതൊരു കുറ്റമായി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതെല്ലാം പഴുതുകൾ നിലനിർത്തുന്നതാണ്. ഇത് ഒരു ATM മാത്രമായി കേന്ദ്രീകരിച്ച് സംഭവിക്കാവുന്ന ഒരു പിഴവല്ല. അല്ല, അത് ഞാൻ നിരാകരിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ടെക്നോളജീസും പറയുന്ന മാതിരി നമ്മളെല്ലാ ഹോട്ടലുകളിലും ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഹോട്ടലിൽ വേണ്ടതെന്ന് വെച്ച് നമ്മൾ വി ഷുഡ് ബി അലർട്ട്. നമ്മളിപ്പം അലർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി നമുക്ക് ഒരു വരുന്നവരെ ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് പണ്ട് മുതലേ ഫോറിനേഴ്സ് വരുമ്പം അവർ നമ്മുടെ അതിഥികളാണ്. അപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനു വന്നു, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, ഇതൊന്നും ചോദിക്കാനോ അങ്ങനെയുള്ള ഇതില്ല. എങ്കിൽ തന്നെയും നമ്മൾ അലർട്ടായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര മണിക്ക് വരുന്നു, അവർ പോകുന്നത് എന്താണ്, അവരെ സപ്പോസ് നമ്മളിപ്പം റൂം സർവീസ് കൊടുക്കുമ്പം അവരെന്തെങ്കിലും സാധനങ്ങൾ, പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു ഹോട്ടൽ ഇങ്ങനെ അവർ ശബരിമലയ്ക്ക് വേണ്ടി കുറച്ച് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിരുന്നു. അത് സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പോർഷൻ കണ്ടപ്പം നമ്മുടെ ഒരു സർവീസിന് പോയ ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് വന്ന് ഇത് എന്തോ ആയുധങ്ങളായിരിക്കാം. ഞങ്ങൾ ഉടൻ തന്നെ അജിത് കുമാർ സാർ ഇവിടെ കമ്മീഷനായിട്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ അറിയിച്ചു, ഉടൻ തന്നെ സറൗണ്ട് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ അത് വേറെ ഇതിന് വന്നായിരുന്നു. പക്ഷേ ഇവരിവിടെ താമസിക്കുന്നു എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ, അതായത് അലർട്ട്, സെൽഫ് അലർട്ട്നെസ്. പിന്നെ നമ്മൾ എത്ര എക്യുപ്മെൻറ്റ് വെച്ചിരുന്നാൽ തന്നെയും ഇത് ശ്രീ തച്ചങ്കരി ചൂണ്ടിക്കാട്ടി ഒരു കാര്യം പ്രധാനമാണ്. അങ്ങ് വളരെ സ്വാഭാവികമായി എടുത്തു ആ 3 ഹെൽമെറ്റുമായി വന്നത്. ഇങ്ങനെ റെൻ്റ് എ ബൈക്ക് സംവിധാനമില്ല, അങ്ങനെ ഒരു നിയമലംഘനം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങേക്ക് അടക്കം അതറിയില്ല. അതറിയില്ല. ഇത് ഞാനിപ്പോൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി വന്നിട്ട് 14 കൊല്ലമായി. പണ്ട് മുതലേ ഈ ഫോറിനേഴ്സ് ബുള്ളറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അത് ഈ റോഡിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ ഉള്ളൊരു, എനിക്കറിയാൻ വയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറയും. പക്ഷേ ഈ 3 ഹെൽമെറ്റ് ഒരു മാസമായിട്ട് അവിടെ ഇരിക്കുന്നില്ല. അല്ല, 3 അതെ, അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഇത് ഒരു ഫോറിനർ വന്നാൽ, ആ കാര്യത്തിൽ അല്ല, ഒരു ഫോറിനർ വന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് മാത്രമല്ല സാർ വരുന്നത്. അവർ കേരളത്തിൽ വരും, അതിനുശേഷം ഗോവയ്ക്ക് പോവാം, അതിനുശേഷം അവർ വേറെ കൺട്രീസിലേക്ക് പോകാം. ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് ഡിപ്പാർച്ചർ തിരുവനന്തപുരത്തേക്കായിരിക്കും. അപ്പോൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെ ആയിരിക്കും അവർ വരാൻ പോകുന്നത്. സോ നമ്മൾ ആ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. അപ്പോൾ അല്ല, ഇത് എന്തുകൊണ്ട് അവർ വന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൊണ്ടായിരുന്നു, ഫ്രാങ്ക്ലി ഇവർക്കിതൊരു ചെറിയ കാര്യമല്ലേ, ഒരു ഹെൽമെറ്റ് എന്നും ചിന്തിക്കാമല്ലോ. പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ നിങ്ങൾ നടത്തി? പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ള ഇവരുടെ ഫോറിനേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കമ്മീഷൻ ഓഫീസർ അറിയിക്കണമെന്നുണ്ട്. ഫോം C, അത് ഇന്റർനെറ്റ് വഴിയാണ് ചെയ്യുന്നത്. C ഫോമും നിങ്ങൾ തന്നെയാണ്? അല്ല, അതെ, അതെല്ലാം നിങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു? അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. ഇപ്പോൾ എല്ലാം നെറ്റ് വഴിയാണ്. അതുപോലെ തന്നെ പാസ്പോർട്ട് വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ പേരുകളൊക്കെ ഇവരുടെ വെരിഫൈ ചെയ്തതിന് ശേഷമല്ലേ, കാരണം നമ്മൾ വരുമ്പോൾ GRC ഗസ്റ്റ് ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ നാഷണാലിറ്റി, ഇത് രണ്ടും നമ്മൾ വെച്ച് നോക്കുന്നുണ്ട്.
ഇപ്പം കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഫോട്ടോ അവിടെ തന്നെ എടുക്കുന്നുണ്ട്. അവിടെ റിസപ്ഷൻ അതെല്ലാം ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ ശേഖരത്തിൽ. ശരി ശരി, ഞാൻ വേഗം ഒരു ഇടവേളയ്ക്ക് വിടുവാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ശ്രീ തച്ചങ്കരിയുടെ പ്രതികരണത്തിലേക്ക്. ഇടവേള.